ആൾക്കാർ കേട്ടോ. ആ ചേച്ചിയും കൊണ്ടോ വാ. ഓരോരുത്തരായിട്ട് വിളിക്കുക. വേറെ ആരാ വരാനുള്ളത് കൂടെ ഡാൻസ് ചെയ്യാനായിട്ട്? വാ, ഈ ചോട്ടാ വാ, കുഞ്ഞു കൊടുക്കുക വാ. ചാടിക്കയറോ? യെസ്. വാ. ലയാൻ എന്തായിരുന്നു എൻ്റെ പേര്? ആ വാ. ആദ്യം തന്നെ ചെസ് നമ്പർ. നിന്നെ ആരാ വിളിച്ചത്? മുന്തിത്തള്ളി വിട്ടു. ശരി, ഒരാളെ കൂടെ ഈ വേദിയിലേക്ക് എനിക്ക് ക്ഷണിക്കാനുണ്ട്. ഇവിടെ പേരെന്താ? റോവൻ. ഓക്കെ. എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമൻസ് കോളേജുകളിൽ പോയിട്ടുള്ള ഉണ്ണി ലാലുവിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ മൈ ബോയ്. നമ്മൾ ഈ കലാപരിപാടി തുടങ്ങുന്നത് എൻ്റെ പുന്നാര മോളുടെ ഒരു സ്പ്ലിറ്റിലൂടെയാണ്. സ്പ്ലിറ്റ് ചെയ്തോ, ആദ്യം തന്നെ നിനക്കിട്ടുള്ള പണിയാണ്. കമോൺ. അടിപൊളി. ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ്, ചാക്കോച്ചന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും, പക്ഷെ ഈ വേദിയിൽ പറ്റില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ കലാകാരന്മാർക്കും ചെയ്യാനുള്ള കാര്യം. അത് സിനിമയിലാണെങ്കിലും സിനിമയ്ക്ക് പുറത്താണെങ്കിലും ഈ ഒരു വേദിയിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പാട്ട് പാടി കൊല വിളിക്കാനും ഡാൻസ് ചെയ്ത് നിങ്ങളെ ഉന്മാദത്തിലാക്കാനും വേണ്ടി ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഏത് പാട്ടാണ് പാടേണ്ടത്, ഏത് ഡാൻസാണ് നൃത്തം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു നോ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എസ് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. ഒരു രാജമല്ലി 97 മുതൽ കേൾക്കാൻ തുടങ്ങിയതല്ലേ ഇത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ പാട്ട് പാടിയ ഡാൻസ് പോലെ ഇരിക്കും, ഡാൻസ് ചെയ്ത പാട്ട് പോലെ ഇരിക്കും. എന്തായാലും 29 വർഷങ്ങൾ കഴിഞ്ഞു. 30ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹം ആത്മാർത്ഥമായിട്ട് നേരിട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും തുടങ്ങിയിട്ട്. അപ്പം അത് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഗാനമായ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, എത്ര മനോഹരമായിട്ടാണ് FGC ഏട്ടനും ദാസേട്ടനും ഒക്കെ പാട്ട് പാടിയത്. ഞാൻ പാടി കൊളവാക്കുന്നില്ല. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതിലെഴുതി മുന്നിലൊരു എടി മുഖം. സോറി, ഒന്നുകൂടെ പാടണേ. കരയണ്ട. ഒരു രാജമല്ലി വിടരുന്ന പോലെ എഴുതി നിന്നൊരു മുഖം, അത്രേ ഉള്ളൂ. ഓക്കെ. ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിനും മധുകണം, കവിത എന്നിലും നിറകുടം, അറിയുകില്ല നീ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഇത് ഇത്രയും എന്റെ തൊലിക്കെട്ട് ഞാൻ തന്നെ സംഭവിച്ചിരിക്കുന്നു. സോ താങ്ക് യു. അപ്പൊ ജൂലൈ 31 മറക്കാതെ